Hi friends, I am Maths Guru Salim Faisal. We are online class. We are in the 10th class first chapter Arithmetic Sequence. That is Samandara Sreni എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. Arithmetic Sequence ആദ്യം sequence number patterns ആണ് ആദ്യം പരിചയപ്പെടുന്നത്. Number patterns നിങ്ങൾക്ക് അറിയാവുന്ന നമ്മളെല്ലാം കണ്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയ നമ്പേഴ്സ്, അതായത് 1 2 3 4. ഏതാണ് അടുത്ത നമ്പർ? അടുത്ത നമ്പർ 5, then 6, etc. These are the number pattern, natural numbers. And the second one 2 4 6 8, etc. ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ എന്താണ് പ്രത്യേകത നോക്കണം. അടുത്ത നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക. 10 ആണ്. അത് കഴിഞ്ഞാൽ അടുത്തത് 12, etc. Another pattern 1 3 5 7, etc. odd numbers. The next number is 9, next number is 11, etc. Another pattern, number pattern is here 1 4 7 16. അടുത്ത സംഖ്യ ഏതാണ്? ഇതിലെ അടുത്ത സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. 1 into 1, that is 1 square is 1, 2 square is 2, 3 square is 9, 4 square is 16, 5 square is 25, 6 square is 36, etc. വേറൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേണിൽ 1 1 and a half, 2 2 and a half, etc. 1 1.5 2 2.5 അങ്ങനെയാകുമ്പോൾ അരയാണ് കൂടുന്നത്, 3 3.5, etc. വേറൊരു പാറ്റേൺ ഇങ്ങനെയാണ് 1/2 1/3 1/4 1/5, etc. Then next number is 1/6, then 1/7, etc. ഇതിനെയാണ് നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇതുപോലെ പല രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാറ്റേൺ ഞാൻ എഴുതാം 1 1 2 3 5 8. ഇതിലടുത്ത നമ്പർ ഏതായിരിക്കും? ഒന്ന് നോക്കിയാൽ കിട്ടും. ഇതൊരു പ്രത്യേക രീതിയിലാണ് പോയത്. ഫിബൊനാച്ചി നമ്പേഴ്സ് അല്ലെങ്കിൽ ഫിബൊനാച്ചി നമ്പേഴ്സ് എന്നൊക്കെ പറയും. ഈ നമ്പേഴ്സ് അടുത്ത നമ്പർ ഏതാണ്? ആലോചിച്ചാൽ കിട്ടുന്നത് തന്നെയുള്ളൂ. 1 + 1 2, 1 + 2 3, 2 + 3 5, 3 + 5 8, 5 + 8 13, 8 + 13 21, etc. ഈ രീതിയിൽ. അപ്പോൾ എന്താണ് പാറ്റേൺ? പാറ്റേൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നിയമം ഫോളോ ചെയ്ത് നമ്പേഴ്സ് എഴുതുക, ഇത്രയുള്ള പാറ്റേൺ. ഈ പാറ്റേണുകൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു പെൻറ്റഗൺ, ഒരു ഹെക്സഗൺ ഇങ്ങനെ പോകുന്നു. ഒരു ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, etc. ഇതിൻ്റെ എത്ര സൈഡ്സ് ഉണ്ട്? ഇതിൽ നമ്പർ ഓഫ് സൈഡ്സ് 1 2 3, 3 സൈഡ്സ് ആർ ഹിയർ. ഇതിൽ എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4, 4 സൈഡ്സ് ഉണ്ട്. ഇതിലെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്, 6 ആണ്. ഈ പാറ്റേൺ ഫോളോ ചെയ്താൽ അടുത്ത ഫിഗർ വരാനുള്ളത് ഏതാണ്? ആ ഫിഗറിൽ നമ്പർ ഓഫ് സൈഡ്സ് എത്രയായിരിക്കും? 7. അടുത്തത് 8, etc. ഇങ്ങനെ പോകും. ഇനി സം ഓഫ് ആംഗിൾസ്, ഇതിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നോക്കുകയാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ്, ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഒരു ചതുർഭുജത്തിലാണെങ്കിൽ, ഒരു ക്വാഡ്രിലാറ്ററിലാണെങ്കിൽ സം ഓഫ് ആംഗിൾസ് 360. പെൻറ്റഗൺ ആണെങ്കിൽ 540, ദെൻ 720, etc. ഇത് വേറൊരു പാറ്റേൺ. ഇതിൽ സം ഓഫ് ആംഗിൾസ്, ദെൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ്, ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, മുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ആംഗിൾസ്, ഈ 3 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ദാറ്റ് ഈസ് 360. ഇതിനും അതേപോലെ ക്വാഡ്രിലാറ്ററൽ ആണെങ്കിലും ഇതിലെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് അതും 360 തന്നെയാണ്. അടുത്തത് പെൻറ്റഗൺ ആണെങ്കിലും അതിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് വരുന്നത് 360 തന്നെയാണ്. അപ്പോൾ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ സീക്വൻസ് ഇങ്ങനെയാണ് വരിക: 360 360 360, etc. 360. ദെൻ 1 ഇന്നർ ആംഗിൾ. ഇതൊരു റെഗുലർ ആണെങ്കിൽ ഇതൊരു സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം. ഇങ്ങനെ റെഗുലർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ, റെഗുലർ ഹെക്സഗൺ, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ആംഗിളും എത്ര വരും? ഓരോ ആംഗിളും വരുന്നത് ഇതിൽ 180/3 ആണ്. 180/3 60 ഡിഗ്രിയാണ്. ഇതിനകത്ത് വരുന്നത് 180/4 90. ഇവിടെ വരുന്നത് /5 108,
ഇവിടെ വരുന്നത് 120 എക്സെട്ര. അടുത്തത് 1 ഔട്ടർ ആംഗിൾ. ഇതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ മീൻസ് 3 ടോട്ടൽ 180 ആണ്. അതിൽ നിന്ന് 60 പോയാൽ ബാക്കിയുള്ളത് എത്രയെന്ന് നോക്കിയാൽ മതി. 60 പോയാൽ ബാക്കിയുള്ളത് ദാറ്റ് ഈസ് 120. 180 minus 90 that is 90. Next one 72. 180 minus 108 is 72. Then 180 minus 120 that is 60 degree etc. ഇതെല്ലാം പാറ്റേൺസ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് കുറേ നമ്പർ പാറ്റേൺസ് കിട്ടി. ഇനി നമുക്ക് ഒരു പാറ്റേൺ പരിചയപ്പെടാം. പാറ്റേൺ എങ്ങനെയാണ്? നാച്ചുറൽ നമ്പേഴ്സിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന സീക്വൻസ്. 3 കൊണ്ട് ഹരിച്ചാൽ എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകൾ. അപ്പോൾ നമുക്കറിയാം 4നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ബാക്കിയുണ്ട്. അതേപോലെ അടുത്ത നമ്പറാണ് 6 + 1 7. 7നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ബാക്കിയുണ്ട്. അതേപോലെ 10 എക്സെട്ര ഇങ്ങനെ പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു സംഖ്യ, ഇതിൽ ഫസ്റ്റ് നമ്പർ 4 അല്ല 4 അല്ല, അതിന് മുമ്പ് ഒരു നമ്പർ ഉണ്ട് 1 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് മുമ്പ് ഒരു നമ്പർ 1 ഉണ്ട്. ഈ 1നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 3s are 0 റിമൈൻഡർ 1 ഉണ്ട്. സോ ഫസ്റ്റ് നമ്പർ 1 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ മറ്റൊരു സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകൾ 3 കൊണ്ട് ഹരിച്ചാൽ 2 ശിഷ്ടം വരുന്ന ഒരു സീക്വൻസ് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം 5. എണ്ണൽ സംഖ്യകൾ 3 കൊണ്ട് ഹരിച്ചാൽ 5, അതേപോലെ 8, 11 എക്സെട്ര ഇങ്ങനെ പോകും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കുക ആദ്യത്തെ നമ്പർ 5 അല്ല, അതിനു മുമ്പ് 2 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊരു സീക്വൻസ് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്, ആൾ നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 or 6, 1 കൊണ്ട് അല്ലെങ്കിൽ 6 കൊണ്ട് അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ എഴുതാൻ പറയുകയാണെങ്കിൽ 1, 6, പിന്നെ നമുക്ക് പറയുന്നത് 11, 16, 21, 26 എക്സെട്ര ഇങ്ങനെ സീക്വൻസുകൾ നമുക്ക് എഴുതാം. ഇനി ഇതാണ് പാറ്റേൺസ്, നമ്പർ പാറ്റേൺസ്, സീക്വൻസുകൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ നമ്പർ പാറ്റേൺസിൽ അല്ലെങ്കിൽ ഈ സീക്വൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതരത്തിൽ സീക്വൻസ് ഉണ്ട്. സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക റിലേഷനിൽ ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്, സമാന്തര ശ്രേണി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ കൂടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടി, അതിൻ്റെ കൂടെ അതേ സംഖ്യ കൂട്ടി, അതിൻ്റെ കൂടെ അതേ സംഖ്യ കൂട്ടി, ഒരേ സംഖ്യ കൂട്ടി പോകുന്നതിന് അല്ലെങ്കിൽ കുറച്ച് പോകുന്നതിനെയാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, ഇതിൻ്റെ കൂടെ 1 കൂട്ടി 2 ആയി, വീണ്ടും 1 കൂട്ടി 3 ആയി, വീണ്ടും 1 കൂട്ടി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത സംഖ്യ പറയാം, ഏതാ 5 ആണ്. അത് കഴിഞ്ഞാൽ ഏതാ 6 ആണ്. അങ്ങനെ മറ്റൊരു സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട് 4, 8, 12, 16. ഇതിലും ഒരേപോലെ ഒരു നമ്പർ കൂട്ടി പോകുന്നുണ്ട്. എത്രയാണ് ഇവിടെ കൂട്ടുന്നത്? 4 ആണ്. 4 കൂട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാ 20 ആണ്. വീണ്ടും 4 കൂട്ടി 24 ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതേപോലെ മറ്റൊരു സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട് 1, 1/2, 2, 2 and 1/2, 1, 1.5, 2, 2.5 എക്സെട്ര. ഇതിൻ്റെ 1ൻ്റെ കൂടെ അര കൂട്ടുമ്പോഴാണ് 1.5 ആയി. 1.5ൻ്റെ കൂടെ വീണ്ടും അര കൂട്ടുമ്പോൾ 2 ആയി. 2ൻ്റെ കൂടെ വീണ്ടും അര കൂട്ടുമ്പോൾ 2.5 ആയി. അങ്ങനെയാണ് നെക്സ്റ്റ് നമ്പർ ഈസ് 3, നെക്സ്റ്റ് ഈസ് 3.5. ഇങ്ങനെ പോകും. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൽ കൂട്ടി പോകുന്ന സംഖ്യ അരയാണ്, ഹാഫാണ്. കോമൺ ഡിഫറൻസ് എന്ന് അതിനെ പറയുന്നത് ഹാഫാണ്. ഇനി നോക്കും, ഇത് നെക്സ്റ്റ് വൺ. ഇതിൽ നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? വിച്ച് ആർ ദ നെക്സ്റ്റ് 2 നമ്പേഴ്സ്? 12, 14 എക്സെട്ര. ഇതിലാണെങ്കിൽ എന്തായിരിക്കും ഡിഫറൻസ്? നോക്കുക, എത്രയാണ് ഡിഫറൻസ് വരുന്നത്? ഒരേപോലെ ഡിഫറൻസ് വരുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് 2 ആണ്. നെക്സ്റ്റ് സീക്വൻസ് നോക്കൂ, 360, 360, 360, 360 അങ്ങനെ പോവാണ്. അടുത്ത നമ്പറും 360 ആണ്, അടുത്ത നമ്പറും 360 ആണ്. ഈ സീക്വൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്, അത് 0 ആണ്. 0 ആഡ് ചെയ്യുന്നു, 0 ആഡ് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. ലാസ്റ്റ് ഒരു സീക്വൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്, 10 8 6 4 നെക്സ്റ്റ് നമ്പർ. ഇവിടെ കൂടിയല്ല പോകുന്നത്, കുറഞ്ഞാണ് പോകുന്നത്, 2 ആണ് കുറയുന്നത്. ഇതിനെ കൂടിയാണ് എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? ഇതിനെ കൂടെ +2 ആണ്, +2 ആഡ് ചെയ്യുന്നതിന് പകരം -2 ആണ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 കുറക്കുന്നു, -2 കൂട്ടുന്നു, അപ്പോൾ 2 ആവും. അത് കഴിഞ്ഞാൽ അടുത്തത് 0. ഇങ്ങനെ ഈ സീക്വൻസ് കാണും. ഇതെല്ലാം ഒരേ സംഖ്യ കൂടുന്നതിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇതും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവയെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എങ്കിൽ നമ്മൾ നേരത്തെ ഇത് സീക്വൻസുകളൊന്ന് നോക്കൂ. 1 4 7 10 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒരേ സംഖ്യയാണോ കൂടി കൂടി പോകുന്നത് നോക്കിയാൽ മതി. ആണ്, ഒരേ സംഖ്യയാണ് കൂടുന്നത്. കാരണം 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി കൂട്ടി എഴുതിയതാണ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അതുപോലെ ഇത് നോക്കൂ, ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നത്. ഇതിൻ്റെ കൂടെ 3 കൂട്ടി 3 കൂട്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 റിമൈൻഡർ വരുന്ന സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മറ്റൊന്ന് നോക്കൂ, നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 or 6, 1 അല്ലെങ്കിൽ 6 അവസാനിക്കുന്ന സംഖ്യകൾ എഴുതുന്നു. ഈ സംഖ്യകളുടെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒരേ സംഖ്യയാണോ കൂടി കൂടി പോകുന്നു നോക്കുക. അതെ, 5 കൂട്ടി 5 കൂട്ടി 5 കൂട്ടി ഇങ്ങനെ പോവാം. അപ്പോൾ ഇത് അരിത്തമെറ്റിക്. ആ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ കൂടെ ഒരു സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി 2-3 സീക്വൻസ് നമുക്ക് എഴുതാനുണ്ട്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്യണം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 3 5 7 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? യെസ്. എന്തുകൊണ്ട്? 2 ആണ് ഓരോന്നിലും ആഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 2 4 6 8 etc. Yes, this is also arithmetic sequence because ഓരോന്നിൻ്റെയും കൂടെ 2 ആണ് കൂട്ടി കൂട്ടി പോകുന്നത്. സീക്വൻസ് ഓഫ് പവർ ഓഫ് 2, 2ൻ്റെ പവറുകൾ 2⁻1 2⁻2 2⁻3 2⁻4 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്യാം. 2⁻1 മീൻസ് 2, 2⁻2 എന്ന് പറയുന്നത് 4 ആണ്, 2⁻3 8 ആണ്, 2⁻4 16 ആണ്. ഇങ്ങനെ പോകുന്നു. ഒരേപോലെയാണോ കൂടുന്നത് നോക്കാം. ഇവിടെ 2ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 4 ആവുന്നത്, 4ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 8 കിട്ടുന്നില്ല, 6 ആണ് ആകുന്നത്. ഒരേപോലെയല്ല ആഡ് ചെയ്യുന്നത്. ഇവിടെ 2 ആഡ് ചെയ്തു, ഇവിടെ 4 ആഡ് ചെയ്തു, അടുത്തിൽ 8 ആണ്. ഒരേപോലെയല്ല ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് പവർ ഓഫ് 2, സീക്വൻസ് ഓഫ് പവർ ഓഫ് 2 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സമാന്തര ശ്രേണി അല്ല. ഇനി സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ റെസിപ്രോക്കൽസ്, എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങൾ, അതായത് 1/2 1/3 1/1 ആദ്യം പറയാം. 1 1/2 1/3 1/4 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒരേപോലെയാണോ? കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് ഒരുപോലെ തോന്നാം, പക്ഷേ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതിൻ്റെ ഡിഫറൻസ് 1/2 -1 എന്ന് പറയുന്നത് -½ ആണ്, -½ 1/2 -1 എന്ന് പറയുന്നത് -½ ആണ്. പക്ഷേ 1/3 - 1/2 എന്ന് പറയുന്നത് -1/6 ആണ്. -1/6 ആണ്. അതായത് 1/3 - 1/2 എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -2 -3 ഡിവൈഡ് ബൈ 6 -1/6 ആണ്. ഒരേ ഡിഫറൻസ് അല്ല വരുന്നത്. ഇവിടെ -1/2 ആണ്, ഇവിടെ -1/3 ആണ്. കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നെക്സ്റ്റ്, ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അടുത്തൊരു സീക്വൻസാണ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ പകുതി, ഒറ്റ സംഖ്യകൾ 1 3 5 7 9 എക്സെട്ര. ഓഡ് നമ്പേഴ്സ്. ഈ ഓഡ് നമ്പേഴ്സിൻ്റെ പകുതികൾ മീൻസ് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡ് ബൈ 2. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്യാം. ഒരേ ഡിഫറൻസ് ആണോ വരുന്നത് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസും ഇതിൻ്റെ ഡിഫറൻസും ഇതിൻ്റെ ഡിഫറൻസും എല്ലാറ്റിൻ്റെ ഡിഫറൻസും ഒരുപോലെയാണോ നോക്കാം. ദാറ്റ് മീൻസ് ഇതിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3/2 നിന്ന് 1/2 കുറച്ചാൽ 2/2 ദാറ്റ് ഈസ് 1.
അതേപോലെ ഇതിന്ന് 5/2 3/2 കുറക്കുമ്പോൾ 5/2 മൈനസ് 3/2 ദാറ്റ് ഇസ് ആൾസോ 2/2 1. അതേപോലെ 7/2 മൈനസ് 5/2 അതും ആൻസർ കിട്ടുന്നത് 1. നെക്സ്റ്റ് 9/2 മൈനസ് 7/2 അതും ആൻസർ 1. ഇതിൻ്റെ എല്ലാം ഒരേ ഡിഫറൻസ് വരുന്നു, കോമൺ ഡിഫറൻസ് വരുന്നു. അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി മറ്റൊന്ന്, ഇവിടെ കുറച്ച് 3 ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഷെയ്ഡ് ചെയ്ത സ്ക്വയറുകളുടെ എണ്ണം അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഷെയ്ഡ് ചെയ്തത് ഇതിനകത്ത് 1 2 3 4 5 6 7 8 സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10 11 12 12 ഉണ്ട്. അടുത്തതിനകത്ത് 1 2 3 4 5 10 11 12 13 14 15 16 16 ഉണ്ട്. അങ്ങനെയാണ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എങ്കിൽ ഇതിൽ അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് ആയി വരുന്ന അടുത്തൊരു ഫിഗർ ഉണ്ട് എങ്കിൽ 1 2 3 അടുത്തൊരു ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും? ഇതിൻ്റെ ഡിഫറൻസ് 4 ആണ്, ഇതിൻ്റെ ഡിഫറൻസും 4 ആണ്, എങ്കിൽ അടുത്തതിൻ്റെ ഡിഫറൻസും 4 ആണ്. നെക്സ്റ്റ് 16 + 4 ദാറ്റ് ഈസ് 20 ആയിരിക്കും നെക്സ്റ്റ് വരുന്ന പാറ്റേൺ. ഇനി അടുത്ത ഒരു ഐറ്റത്തിലേക്ക് നോക്കാം. ഇതിൽ ഒരു സ്ക്വയേഴ്സ് ആദ്യം 2 ചെറിയ സ്ക്വയറുകൾ ചേർത്ത് വെച്ചു, 4 സ്ക്വയർ ഇങ്ങനെ ചേർത്ത്. ഈ സ്ക്വയേഴ്സിൻ്റെ നമ്പർ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. ചെറിയ സ്ക്വയറുകളുടെ നമ്പർ മാത്രം, ചെറിയ സ്ക്വയർ 1 2 ഇവിടെ 1 2 3 4 ഇതിനകത്ത് 1 2 3 4 5 6 അടുത്തത് 8 ആണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണിത്. ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ചെറിയ സ്ക്വയറുകൾ മാത്രമാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ബിക്കോസ് ഇറ്റ്സ് ഡിഫറൻസ്, ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നാണ് പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെ 24 30 എക്സെട്ര ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 24 30 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് ആ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ഡിഫറൻസ് വ്യത്യാസം 6 ആണ്. ആ വ്യത്യാസം കൂട്ടുമ്പോൾ 36 കിട്ടും. വീണ്ടും അതേ വ്യത്യാസം 6 തന്നെ കൂട്ടുമ്പോൾ 42 കിട്ടും. ഇനി നോക്കൂ, ഇതിൽ 10 13 ഫസ്റ്റ് നമ്പർ മിസ്സിംഗ് ആണ്, ഫോർത്ത് നമ്പർ മിസ്സിംഗ് ആണ്. എങ്കിൽ ഈ സീക്വൻസിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്നത് 3 ആണ്. എങ്കിൽ അടുത്ത നമ്പർ 3 ആഡ് ചെയ്താൽ കിട്ടും. തൊട്ട് മുമ്പുള്ള നമ്പർ 3 സബ്ട്രാക്ട് ചെയ്താലും കിട്ടും. അടുത്ത സീക്വൻസിലേക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആദ്യത്തെ 2 നമ്പർ മിസ്സിംഗ് ആണ്. അടുത്ത നമ്പർ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ ഡിഫറൻസ് 3 ആണ്. എങ്കിൽ അടുത്ത നമ്പർ തൊട്ട് മുമ്പുള്ള നമ്പർ ആണെങ്കിൽ 3 കുറച്ചാൽ മതി, അത് കിട്ടും. അതിൽ നിന്ന് വീണ്ടും 3 കുറച്ചാൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ കിട്ടും. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിനിടെ നെക്സ്റ്റ് നമ്പർ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ ഉണ്ട്, നെക്സ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിരിക്കുന്നു. ഫസ്റ്റ് ടേം ആൻഡ് തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൻ. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് സെക്കൻഡ് ടേം. രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കണം. എങ്ങനെ കാണാം? ഇതിൻ്റെ ഡിഫറൻസിന്ന് അതേ ഡിഫറൻസ് കുറക്കുമ്പോൾ ഇത് കിട്ടും. അല്ലെങ്കിൽ 2 തവണ ആദ്യം ഒരു ഡിഫറൻസ് ആഡ് ചെയ്തു, വീണ്ടും ഒരു ഡിഫറൻസ് ആഡ് ചെയ്തു. അങ്ങനെ 2 തവണ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 16 ആവും. 10ൻ്റെ കൂടെ 2 തവണ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 16 ആവും. അതായത് 2 ഡിഫറൻസ് 6 ആണ്. 10ൻ്റെ കൂടെ 6 ആണ് ആഡ് ചെയ്തത്. അപ്പോൾ 2 ഡിഫറൻസ് 6 ആണെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഒരു ഡിഫറൻസ് 3 ആണെങ്കിൽ 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്യാം, 13. വീണ്ടും 3 ആഡ് ചെയ്യാം, 16. വീണ്ടും 3 ആഡ് ചെയ്യാം, 19. അല്ല എങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടെടുത്താൻ വേറൊരു മാർഗം കൂടെ ഉണ്ട്. 10ഉം 16ഉം ആഡ് ചെയ്യാം, 26. അതിൻ്റെ പകുതി 13. ആ രീതിയിലും കാണും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ 8-70. ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് തന്നിട്ടില്ല, ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും. തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 17 കിട്ടും. 8ൻ്റെ കൂടെ 3 പ്രാവശ്യം ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് 17 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ 9 ആണ്. 8ൻ്റെ കൂടെ ആഡ് ചെയ്ത നമ്പർ 9 ആണ്. അതായത് 3 ടൈംസ് ആഡ് ചെയ്തപ്പോൾ 9 ആണ് വരുന്നത്. 9 ആഡ് ചെയ്തു എന്ന് പറയുന്നു. അതായത് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസ് എത്രയേ എന്ന് മനസ്സിലാവും.
ഒരു ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഒരു ഡിഫറൻസ് 3 ആണെങ്കിൽ 8 + 3 11, 11 + 3 14, 14 + 3 17. ഈ രീതിയിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ മിസ്സായ ടേംസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഒരു സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നും ആ അരിത്തമെറ്റിക് സീക്വൻസിലെ മിസ്സായ ടേംസ് അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ടേംസ് അല്ലെങ്കിൽ 2 or 3 ടേംസ് എന്നതിന് മുമ്പെയുള്ള ടേംസ് ഇതെല്ലാം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ്, കോമൺ ഡിഫറൻസ് ഈ ഏരിയയിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 7th ടേം 35 ആണ്, 10th ടേം 47 ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു നിശ്ചിത നമ്പർ ആഡ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ അതേ നമ്പർ ആഡ് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്ന സീക്വൻസ്, അല്ലെങ്കിൽ കുറച്ച് ഒരേ നമ്പർ കൂട്ടി അല്ലെങ്കിൽ ഒരേ നമ്പർ കുറച്ച് പോകുന്ന സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 7th ടേം, ഫസ്റ്റ് ടേമിനെ നമുക്ക് x1 എന്ന് വിളിക്കാം, സെക്കൻഡ് ടേമിനെ x2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ 7th ടേം x7 35, അതേപോലെ അതിൽ 10th ടേം 47 എങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? അതായത് 7th കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട് 10th എത്താൻ? 3 കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് 10th ടേമിലേക്ക് എത്തിയത്. അതായത് 35 കൂടെ 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 47 ആയത്. 37 കൂടെ 12 ആഡ് ചെയ്യുമ്പോഴാണ് 47 കിട്ടുന്നത്. അപ്പോൾ 12 എന്ന് പറയുന്നതാണ് 3 കോമൺ ഡിഫറൻസ്. 3 കോമൺ ഡിഫറൻസ് 12 ആണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 / 3 4 ആണ്. അപ്പോൾ 4 ആണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്. ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ പഠിക്കേണ്ടത്. ഈ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ ടേംസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എങ്ങനെയാണ് വരുന്നത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേഷൻ സൗകര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കോമൺ ഡിഫറൻസ് D = ഇതിൻ്റെ ഡിഫറൻസ് നോക്കുന്നു. അതായത് ടേംസിൻ്റെ 10th ടേം x10 - x7 ഡിവൈഡഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ, 10th പൊസിഷൻ 7th പൊസിഷൻ, 10 - 7. ഈ രീതിയിൽ ചെയ്യാം. ഇതിൽ 10th ടേം 47 ആണ്, മൈനസ് 7th ടേം 35 ആണ്. അങ്ങനെയാണ് ഡിവൈഡഡ് ബൈ 10 - 7, 10 - 7, that's equal to 12 divided by 3. That means common difference is 4. അപ്പോൾ 7th ടേം 35 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. എങ്കിൽ 8th ടേം എന്തായിരിക്കും? 7th ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 8th ടേം കിട്ടും. കോമൺ ഡിഫറൻസിനെ നമുക്ക് തൽക്കാലം D എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7th ടേം 35 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് 4. 35 + 4 39 ആണ്. ഇതിൻ്റെ 8th ടേം കിട്ടി. 9th ടേം 8th ടേം പ്ലസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് മീൻസ് 39 + 4, that is 43. Then next term 10th term is 43 + 4, that is 47. Then what is 11th term? 10th term plus 1 common difference. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 20th ടേം എന്തായിരിക്കും? വാട്ട് ഈസ് ഇറ്റ്സ് 20th ടേം? ഈ സീക്വൻസിലെ 20ാമത്തെ ടേം കണ്ടെത്താനുള്ള മാർഗം 10th ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യണം? 10 കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 10th ടേം ഈസ് 47 പ്ലസ് 47ൻ്റെ കൂടെ 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. 10 ടൈംസ് കോമൺ ഡിഫറൻസ് ഈസ് 4. 10 times 4. That means 47 plus 40. Answer is 87. 20th term. Then what is 24th term or 25th term? X 25. 25th term കാണുന്നതിന് 20th ടേമിൻ്റെ കൂടെ 5 കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 + 5 25. 5 കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 25 ആയി മാറുന്നത്. ദാറ്റ് മീൻസ് 87 പ്ലസ് 5 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് 4 itself. ദാറ്റ് മീൻസ് 87 പ്ലസ് 20, ദാറ്റ് ഈസ് 107. ദിസ് ഈസ് ദ 25th ടേം. ഇനി ഏത് ടേമിനെയും നമുക്ക് ഇതിന്ന് കണ്ടെത്താൻ പറ്റും.
ഇപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ 10th ടേം കിട്ടുന്നത് 9 കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 100th ടേം കിട്ടുന്നത്? 99 കോമൺ ഡിഫറൻസ്. ഹിയർ ഇറ്റ് ഈസ് 99. ഈ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 99 കോമൺ ഡിഫറൻസ്. ഇതുപോലെ ഒരു സീക്വൻസിലെ ഏതെങ്കിലും 2 ടേംസ് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ എല്ലാ എക്സാമിനും വരും. SSLCക്ക് 100% ഗ്യാരണ്ടി ക്വസ്റ്റ്യൻ ആണ്. 100% ഉറപ്പാണ് കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഷുവറാണ്. കോമൺ ഡിഫറൻസും ഏതെങ്കിലും ഒരു ടേമും കിട്ടിയാൽ ആ സീക്വൻസിലെ ഏത് ടേമിനെയും നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 13, 17, 21 എക്സെട്ര ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 13 ആണ്. ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 17 minus 13, that's equal to 4. Its common difference is 4. കോമൺ ഡിഫറൻസ് 4 ആണ്. ഫസ്റ്റ് ടേം 13 ആണ്. ചോദ്യം ഇതാണ്, ഇതിലെ ടേംസിന് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലെ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഒരു ടേം ആവാൻ സാധ്യതയുണ്ടോ? ഈ സീക്വൻസിൽ ഒരു ടേം ആവാൻ സാധ്യതയുണ്ടോ 100? എങ്ങനെ നോക്കാം? ഇതിലെ ഈ സീക്വൻസിനെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു പ്രത്യേകത മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ 100 ഇതിലെ ടേം ആവോ ഇല്ലെന്ന്. ഈ സീക്വൻസിലെ ടേംസ് 13, അതേപോലെ 17, 21 ഈ നമ്പേഴ്സിനെല്ലാം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കോമൺ ഡിഫറൻസ് ആയ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 4s are 12, റിമൈൻഡർ 1 ആണ്. അടുത്തത് ഇതിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അടുത്ത നമ്പർ നോക്കൂ, ഇതിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ സീക്വൻസിനൊരു പ്രത്യേകതയുണ്ട്. ഈ സീക്വൻസിലെ ഏത് ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട്, ഈ സീക്വൻസിലെ ഏതൊരു പദത്തെയും പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സിസ്റ്റം ഒരേ നമ്പറാണ്. എങ്കിൽ 100 ഈ സീക്വൻസിനകത്ത് വരുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ സീക്വൻസിനകത്ത് വരികയാണെങ്കിൽ ആ നിബന്ധന 100നും ബാധകമാണ്. എന്താ? 100നെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 തന്നെ വരണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് മീൻസ് 2 4s are 8, 2 25 4s are 20, റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആണ്. അതുകൊണ്ടൊരു കാര്യം മനസ്സിലായി, ഈ റിമൈൻഡർ 1 അല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 1 അല്ല. അതുകൊണ്ട് 100 ഈ സീക്വൻസിലെ ടേം അല്ല. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, വേറൊരു ക്വസ്റ്റ്യൻ. ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 4 ആകും. ഇതിൻ്റെ ഡിഫറൻസ് 4 ആണ്, ഇതിൻ്റെ ഡിഫറൻസ് 4. ഇനി ചോദ്യം, ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 നമ്പറുകളുടെ ഡിഫറൻസ് 8 ആകും. ഇതിൻ്റെ ഡിഫറൻസ് 8 ആണ്. 21 minus 13. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ നമുക്ക് പറയാം 25. ഇതിൻ്റെ ഡിഫറൻസ് 8 ആണ്. ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 8 ആവും. ഒരുപാട് ടേംസിൻ്റെ ഡിഫറൻസ് 8 ആകും. ആൾട്ടർനേറ്റീവ് നമ്പേഴ്സിൻ്റെ എല്ലാം ഡിഫറൻസ് 8 ആവും, വ്യത്യാസം 8 ആവും. ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 12 ആകും. ഒന്നാമത്തെയും 4ാമത്തെയും ടേംസിൻ്റെ ഡിഫറൻസ് 12 ആവും. ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 20 ആവോ? ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 100 ആവോ? ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 100 ആകുമോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു കാര്യം ഉറപ്പാണ്, ഡിഫറൻസുകൾ നേരത്തെ 4 ഡിഫറൻസ് ആണെന്ന് മനസ്സിലായി, 8 ഡിഫറൻസ് ആകുമെന്ന് മനസ്സിലായി, 12 ഡിഫറൻസ് ആകുമെന്ന് മനസ്സിലായി. ഈ ഡിഫറൻസ് ആയി വരുന്ന സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ആ നമ്പേഴ്സ് എല്ലാം 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 100 ഡിഫറൻസ് ആയി വരുമോ ഇല്ലയോ നോക്കാൻ എളുപ്പമുണ്ട്. ഈ 100 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി റിമൈൻഡർ 0 വരുന്നുണ്ടോ നോക്കിയാൽ മതി. നേരത്തെ നമ്മളിവിടെ ചെയ്തു, റിമൈൻഡർ 0 വരുന്നുണ്ട്. റിമൈൻഡർ 0 വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 100, 4ൻ്റെ ഗുണിതമാണ് 100. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും 2 ടേംസിൻ്റെ ഡിഫറൻസ് 100 ആകുമോ എന്ന ചോദ്യത്തിന് ചില നമ്പറുകളുടെ ഡിഫറൻസ് 100 ആകും എന്നാണ് ഉത്തരം. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അരിത്തമെറ്റിക് സീക്വൻസിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്.
ടേംസിൻ്റെ ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് അത് ആ സീക്വൻസിലെ ടേം ആകുമോ എന്നുള്ളൊരു ചോദ്യവും ഏതെങ്കിലും ടേംസിൻ്റെ ഡിഫറൻസ് ഒരു പ്രത്യേക നമ്പർ ആകുമോ എന്നുള്ള ചോദ്യവും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് അതിലാദ്യം എന്താണ് പാറ്റേൺസ്, എന്താണ് സീക്വൻസ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പാറ്റേണുകൾ ഫോം ചെയ്യുന്നത് പറഞ്ഞു. ആ പാറ്റേണുകൾ ഒരു പ്രത്യേക നിയമം അനുസരിച്ചായിരിക്കും നമ്പർ പാറ്റേൺസ് പോകുന്നത്. അതിൽപ്പെട്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേക നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് എന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ്, ഒരു ടേം രണ്ട് ടേം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ടേംസ് എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ ആദ്യത്തെ ഒരു 4 ടേംസിന് അഞ്ചാമത്തെ ടേം എങ്ങനെ കണ്ടെത്താം നമുക്കറിയാം. ആ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അവസാനം ഏതെങ്കിലും 2 ടേം, ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നു കഴിഞ്ഞാൽ അതിന് ഡിഫറൻസ് നോക്കിയിട്ട് ആ ഡിഫറൻസിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടിട്ട് ഏത് ടേമും കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ രീതിയിൽ അതേപോലെ ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ ടേം ആകുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നന്നായി ഒന്ന് എഫേർട്ട് എടുത്താൽ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന മുഴുവൻ മാർക്കും എല്ലാ ആളുകൾക്കും SSLCക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത, അത് കാണുമ്പോൾ കുറച്ച് ടഫാന്നൊക്കെ തോന്നുമെങ്കിലും അതിനോട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. SSLC പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം. SSLC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടുകൾ ഉണ്ടാവും. ABCD പാർട്ടുകൾ രീതിയിലുണ്ടാവും. ഒന്ന് ആദ്യത്തെ പാർട്ട് A പാർട്ട് ഒരു ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ചോദ്യത്തിൽ നിന്ന് നേരിട്ട് ഉത്തരം എഴുതാനുള്ളതായിരിക്കും. അതിൻ്റെ തുടർച്ചയും വളർച്ചയുമായിരിക്കും അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പോകുന്നത്. ചെറിയ ചെറിയ ചോദ്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ആ രീതിയിലായിരിക്കും പോകുന്നത്. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുക. SSLCക്ക് ചോദിച്ച ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. SSLCക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യന് കഴിഞ്ഞ വർഷത്തെ SSLC മോഡൽ 2019 SSLC മോഡലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 13, 23, 33 എക്സെട്ര ഒരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്: ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതാണ് അതിൻ്റെ A പാർട്ട് ക്വസ്റ്റ്യൻ. അതിൻ്റെ B പാർട്ട് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ ഫസ്റ്റ് 3-digit നമ്പർ ഇൻ ദിസ് സീക്വൻസ്? ഈ സീക്വൻസിലെ, ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 അക്ക സംഖ്യാപദം ഏത് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോമൺ ഡിഫറൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഡിഫറൻസ് 23 മൈനസ് 13, ആൻസർ 10 ആണ്. ദിസ് ഈസ് ദ കോമൺ ഡിഫറൻസ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് 3-digit നമ്പർ ഏതാണ് എന്ന് മനസ്സിലാക്കണം. 3-digit ടേം. അതിനുള്ള ഒരു എളുപ്പമാർഗം നമുക്കറിയാം. ഇതിലെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേംസിനെല്ലാം സെയിം റിമൈൻഡർ വരണം. അതായത് 13 കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 10s are 10, റിമൈൻഡർ 3 ആണ്. 23നെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 തന്നെ റിമൈൻഡർ വരും. 33നെയും കോമൺ ഡിഫറൻസ് ആയ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരും. എങ്കിൽ 100ന് ശേഷം, അല്ലെങ്കിൽ 100, 101, 102, 103 എക്സെട്ര ഇതിനകത്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരുന്ന ആദ്യം വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. ഇതിന് 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ് വരിക. ഇതിൽ 1 റിമൈൻഡർ വരും, ഇവിടെ 2 റിമൈൻഡർ വരും, ഇവിടെ 3 റിമൈൻഡർ വരും. 100 ഡിവൈഡഡ് ബൈ 103 ഡിവൈഡഡ് ബൈ 10, ദാറ്റ്സ് ഈക്വൽ ടു 1 10s are 10, റിമൈൻഡർ 0, 3, 0 10s are 0, ആൻസർ റിമൈൻഡർ 3. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ചില ആളുകൾ ഇവിടെ 1 എന്ന് മാത്രം എഴുതാറുണ്ട്. അത് പോലെ 10 ആണ് ആൻസർ, മനസ്സിലാക്കാം. അപ്പോൾ റിമൈൻഡർ 3 ആണ്. അപ്പോൾ ഫസ്റ്റ് 3-digit നമ്പർ ഇൻ ദിസ് സീക്വൻസ് ഈസ് 103 ആണ്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു കാര്യം മനസ്സിലാക്കുക, SSLCയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ ഫോർമുലകൾ ഇതെല്ലാം പഠിച്ചാലും ആദ്യം നമ്മൾ കോമൺ സെൻസ് ഒന്ന് അപ്ലൈ ചെയ്താൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഈ രീതിയിലാണ് SSLC ക്വസ്റ്റ്യൻ പേപ്പർ. ഫോർമുലകളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ആൻസർ കിട്ടുന്ന രീതിയിലാണ് പുതിയ പരീക്ഷയുടെ രീതി എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? 13, 23,
33 അവസാനം 3 അവസാനിക്കുകയാണ്. അങ്ങനെ പോയാൽ 93 കഴിഞ്ഞാൽ 103 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് എഴുതാൻ പറ്റും 103 ഈസ് ദ ആൻസർ. ഇങ്ങനെ നേരിട്ട് എഴുതിയാൽ പോലും ആ പാർട്ടിലുള്ള മാർക്ക് വളരെ കൃത്യമായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ SSLC പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻസിനല്ല ഇമ്പോർട്ടൻസ്, ലോജിക്കിനാണ്. ലോജിക്ക് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും. ഈ ഭാഗത്ത് വരുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ഭാഗവുമായി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.